നമുക്കൊന്ന് ചോറ്റാനിക്കര തൊഴുത് വന്നാലോ? അപ്പോൾ ബാ. അങ്ങനെ തലേ ദിവസം ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ലക്ഷ്മി റെസിഡൻസിയിലായിരുന്നു കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എവിടെ പോയാലും ഒരു റൂം ടൂർ മസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റൂം ടൂർ കാണിച്ചു തരാണ്. അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് പറ്റിയൊരു നല്ല റൂമാണ്. പുതിയതാണ്, അവർ 3 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതുമയും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാണുന്ന ശ്രീദേവി ഹോട്ടലിൽ നമ്മൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂരി ഭാജി കഴിക്കാൻ പോയി. അവിടെ നിന്ന് ഇറങ്ങി നാളത്തേക്കുള്ള ഒരു മുഴ മുല്ലപ്പൂവും വാങ്ങി നമ്മൾ റൂമിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ 4:30 എനിക്ക് കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ല, റെഡി ആയിട്ടില്ല, അവനുണ്ട്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ, സ്റ്റുഡിയോന്ന് എടുത്തതാണ് ഇന്നലെ. എങ്ങനെയുണ്ട്, രസമില്ലേ കാണാൻ? അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു മൂഡായതുകൊണ്ട് രാവിലെ ആയതുകൊണ്ടും ടെമ്പിൾ വൈബ്സ് നല്ല സൂത്തിങ് സോങ് ഒക്കെ ഇട്ട് റെഡി ആവാൻ നോക്കുകയാണ്. ജസ്റ്റ് എന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ സൺസ്ക്രീൻ ഇടുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുഖത്ത് കണ്ടു ആ ഒരു പടം വരച്ച് വെച്ചതും കയ്യിലാണെങ്കിൽ ഇട്ടപ്പോഴും W പോലെയൊക്കെ ആയി, എങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ തന്നെ വരും. പിന്നെ ഞാൻ റെഡിയായി ഫുള്ള്. ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ ആക്ച്വലി മിറർ നോക്കിയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടെ ഭംഗി തോന്നിയായിരുന്നു. എന്നിട്ട് ഞാൻ മിററിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വരുവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? മിററിൽ നോക്കുമ്പോൾ വേറൊരു ഭംഗിയും സെൽഫി ക്യാമിൽ വേറൊരു ഭംഗിയും അല്ല, അതാണ്. അടുത്തതായിട്ട് എൻ്റെ മുല്ലപ്പൂ വയ്ക്കൽ നാടകമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാനൊരു രീതിക്ക് വിചാരിക്കും, മുല്ലപ്പൂ അത് വേറെ രീതിക്ക് ഇരിക്കും. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അമ്മേനെ കൊണ്ട് പ്രാവശ്യം വെപ്പിച്ചു, പക്ഷേ അത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കളിയാക്കി വിട്ടു. അപ്പം അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി. അവസാനം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയായാൽ മതി ദൈവമേ എന്ന് വിചാരിച്ച് ഒരു രീതിക്ക് അങ്ങ് വെച്ച് ഞാൻ ഇറങ്ങി. ഇല്ലെങ്കിൽ ലേറ്റ് ആവും ഗൈസ്. 4:30 ഒക്കെ എനിക്ക് ഒരു എന്തെങ്കിലും കാണിക്കണ്ടേ, നേരത്തെ കാലത്തേക്ക് അമ്പലത്തിൽ പോകണ്ടേ. പോണതിന് മുമ്പ് ബാൽക്കണിയിലെ വ്യൂ കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് രാവിലെ എന്നല്ല, സൺസെറ്റോ സൺറൈസോ ഗോൾഡൻ അവറൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഇതും നല്ല രസമുണ്ടായിട്ടോ ഇങ്ങനെ നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ അതേ ആന നിൽക്കുന്നു ഗൈസ്. ഇത് നമ്മൾ രാവിലെയുള്ള ഇങ്ങനെ എഴുന്നള്ളിപ്പൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തോ അതുകൊണ്ടൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതു. പിന്നെ കീഴ്ക്കാവിലും കയറി തൊഴുത് വരാമെന്ന് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ പോയത് ഇന്നലെ പോയ ശ്രീദേവി ഹോട്ടലിൽ തന്നെയായിരുന്നു. ഞാൻ വീണ്ടും പൂരി തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്, ഒബ്വിയസ്ലി. പിന്നെ അവിടുന്ന് ഹോട്ടലിൽ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ലഡു ഉണ്ടായി. അപ്പോൾ അതും ഒരു 3-4 മേടിച്ചു. പിന്നെ നമ്മൾ റൂമിൽ ചെന്നു, എല്ലാ പാക്കൊക്കെ ചെയ്തു, വെക്കേറ്റ് ചെയ്തു പോന്നു.